യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പെസഹ കാലം 6-ാമത്തെ ആഴ്ച, ശനിയാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളാണ്. പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു, എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് തുടങ്ങുന്നൊരു വചനഭാഗമാണ്. ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ. ഇന്നത്തെ ഒന്നാം വായന നമുക്ക് മനസ്സിലാവുക, അപ്പോളോസ് എന്നു പേരുള്ള അലക്സാണ്ട്രിയക്കാരനായ ഒരു യഹൂദൻ എഫേസോസിൽ വരികയും അവിടെ വന്നിട്ട് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു യേശു തന്നെയാണ് എന്ന് തെളിയിക്കുന്ന ഒരു വചനഭാഗമാണ്. ഈ വചനഭാഗങ്ങളൊക്കെ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ് എന്നാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ, അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും ഒക്കെയും വിളിച്ചു പറയുന്ന സന്ദേശവും അതുതന്നെയാണ്. ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ് എന്നാണ് അവർ വിളിച്ചു പറയുന്നത്. ദൈവപുത്രനായ ക്രിസ്തുനാഥനെ, യേശു ക്രിസ്തുവിനെ അവർ ഓരോരുത്തരും അനുഭവിച്ചത് കൊണ്ടാണ് അവർ വിളിച്ചു പറയുന്നത്. ഈ വിളിച്ചു പറയപ്പെടുമ്പോഴൊക്കെയും അവിടെ ക്രിസ്തുവിനെ അവർ ചൂണ്ടിക്കാണിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ക്രിസ്ത്യാനികളായ ഓരോ വ്യക്തികളോടും മാത്രമായിട്ടല്ല, മറിച്ച് ഈ ലോകം മുഴുവനുമുള്ള ജനങ്ങളോടാണ് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ക്രിസ്തുവിനെ അറിയാത്തവരോടൊക്കെയാണ് അവർ വിളിച്ചു പറയുക. അതുതന്നെയാണ് ഇവിടെ പറഞ്ഞ ആ ഒരു സന്ദേശം. ദൈവം ലോകം മുഴുവൻ്റെയും രാജാവാണ് എന്നാണ് വിളിച്ചു പറയുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരോടൊക്കെയാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്? നമ്മുടെയൊക്കെ ഇടയിൽ ചിന്തിച്ചു നോക്കുമ്പോഴും നമ്മുടെ ഇടയിലുള്ള നമ്മുടെ സമൂഹത്തിൽ പോലും നാം വിളിച്ചു പറയുന്നില്ല, ദൈവം എൻ്റെ രാജാവാണ് എന്ന് പോലും ഞാൻ വിളിച്ചു പറയുന്നില്ല. എന്നാൽ ക്രിസ്തുവിനെ അനുഭവിച്ച, ക്രിസ്തുവിനെ മനസ്സിലാക്കിയ ഓരോ ശിഷ്യന്മാരും വിളിച്ചു പറയുന്നുണ്ട്, ഇവനാണ് ദൈവപുത്രൻ, ഇവനാണ് ഞങ്ങളുടെ രക്ഷകനെന്ന്. ഇത് വലിയൊരു ചോദ്യചിഹ്നമാണ്, നമ്മുടെയൊക്കെ ഇടയിലുള്ള ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമാണ്. ഞാൻ ക്രിസ്ത്യാനിയായി ജനിച്ചിട്ട് പോലും എന്തുകൊണ്ടാണ് ഞാൻ യേശുക്രിസ്തു ദൈവപുത്രനാണ്, രക്ഷകനാണ് എന്ന് വിളിച്ചു പറയാത്തത് എന്ന് നമുക്ക് സ്വമേധയാ ചിന്തിച്ചു നോക്കാം. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ കർത്താവ് പറയുന്നതും അതുതന്നെയാണ്. യേശുക്രിസ്തു നമ്മളോടൊക്കെ പറയുന്നതും അതുതന്നെയാണ്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞു വയ്ക്കുക. അപ്പോസ്തലന്മാരെ പോലെ നമുക്കും വിളിച്ചു പറയുവാനായിട്ട് സാധിക്കണം, ഇവനാണ് നമ്മുടെ എല്ലാവരുടെയും രക്ഷകൻ. നമ്മുടെ എല്ലാവരുടെയും രക്ഷകൻ എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാവരുടെയും രക്ഷകനായിട്ടാണ് കർത്താവ് നമ്മളോടൊക്കെ പറഞ്ഞു വയ്ക്കുക. ആയതിനാൽ നമുക്കും വിളിച്ചു പറയാം, നമ്മുടെ സമൂഹത്തിലോടും വിളിച്ചു പറയാം, നമ്മുടെ കുടുംബത്തോടും വിളിച്ചു പറയാം, എല്ലാവരോടും, സമൂഹത്തിൽ മാത്രമല്ല മറിച്ച് പുറമേയുള്ളവരോടും നമുക്ക് വിളിച്ചു പറയാം, കർത്താവാണ് രക്ഷകൻ, ക്രിസ്തുവാണ് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷകനെന്ന് വിളിച്ചു പറയാം. ദൈവം നമ്മെ